ഭക്ഷണം കഴിക്കാതെയും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയും അന്വേഷിച്ച് കാല് പിടിച്ച് നടന്നതിന് കണക്കില്ല. ഇഷ്ടം പോലെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. തൊപ്പിയില്ലാതെ കോട്ടില്ലാതെ അടുക്കളയുടെ വാതിൽ തുറന്ന ഭ്രാന്തായി കിടക്കുന്ന, ഭ്രാന്താസ്പത്രി കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ഒരു നേരത്തെ ബ്രെഡിന് വേണ്ടി കാത്തു കിടന്നിരുന്ന ഒരു കടത്തണ്ണയിൽ പോയിട്ട് മനുഷ്യനാവുന്ന സമയത്ത് അതൊക്കെ തോന്നും, എന്തിനായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ നമ്മൾ അതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ് വരുന്നത് സംഭവം. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു പ്രതിസന്ധിയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ലൈഫ് ഒന്നേ ഉള്ളൂ, ഒരൊറ്റ സ്പാനേ ഉള്ളൂ. അപ്പം അതിനകത്ത് നമുക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുക എന്ന് പറയുന്നതാണ് കാര്യം. അവർക്ക് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് തന്നെയല്ലേ? തീർച്ചയായിട്ടും വലിയ ചലഞ്ചാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന് പേര് പറഞ്ഞ പോലെ തന്നെ ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മാജിക്കാണ് ഉപയോഗിക്കുന്നത്. യൂസഫ് അലി സാറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്. കാസർഗോഡ് ലാൻഡ് മേടിക്കാൻ സാധിച്ചത് അതൊക്കെ അതുകൊണ്ട് സംഭവിച്ചത്. മാജിക് എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ആർട്ടാണ്. എൻ്റെ മജ്ജയിലും മാംസത്തിലും കിടക്കുന്ന ഒരു ആർട്ടാണ്. എല്ലാ കാലത്തും മാജിക് സയൻസ് ആയിരുന്നു. പക്ഷെ ഒരു കാലത്ത് മാജിക് കൂടോത്രമാണെന്നും ദുർമന്ത്രവാദമാണെന്നും ബ്ലാക്ക് മാജിക് ആണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ആ കാലത്തുള്ള മാന്ത്രികർ ശ്രമിച്ചിരുന്നു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ ആൻഡ് വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി മലയാളികളുടെ പ്രിയപ്പെട്ട മജീഷ്യൻ, കുട്ടികളുടെ പ്രിയപ്പെട്ട മാജിക് അങ്കിൾ, എ ഗ്രേറ്റ് വിഷണറി, ഇപ്പോൾ ടേൺഡ് ആക്ടർ മുതുകാട് സർ. ശ്രീ ഗോപിനാഥ് മുതുകാടാണ് ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റായി ചേരുന്നത്. നമസ്കാരം സാർ, ഒത്തിരി സന്തോഷം. നമസ്കാരം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും മാജിക്കിലേക്ക് അടുത്ത് വന്നത്, മാജിക്കിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് കുറേ ഞാൻ ടി വിയിലൂടെ ഒത്തിരി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കിടാനാണ്. മോണിക്ക, ഒരു AI സ്റ്റോറി. ഇന്നത്തെ കാലത്തിന് ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ലൈഫിൽ ഒപ്പം തന്നെ ഉണ്ടെങ്കിലും എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. സോ അപ്പോൾ ഈ സിനിമയെ പറ്റി ആദ്യം ഞങ്ങൾക്ക് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല ഇതിലൊരു വിഷയം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊരു വിഷയമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത സ്നേഹത്തിനെ കുറിച്ച് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ശ്രീപദ് എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു കഥയാണ്. അതിനകത്ത് താരതമ്യം ചെയ്യപ്പെടുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു കുട്ടിക്ക് സ്നേഹം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി എങ്ങനെ അതിനകത്ത് പ്രതികരിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തേക്ക് വഴിമാറുന്നു എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നൊക്കെ വരുന്ന ഒരു സിനിമയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ആളായിട്ട് തന്നെയാണ് വരുന്നത്. ഞാനിതിനകത്ത് ഒരു സിനിമക്കാരനൊന്നും അല്ല. നേരെ മറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ EM അഷ്റഫ് എന്ന് പറയുന്ന ഇതിൻ്റെ സംവിധായകനും മൻസൂർ പല്ലൂർ എന്ന് പറയുന്നതിൻ്റെ പ്രൊഡ്യൂസറും അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ അവർ പറഞ്ഞപ്പോൾ ഞാനായിട്ട് തന്നെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അഭിനയം എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ്. വിചാരിക്കുന്നില്ല. പക്ഷെ അവസരങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളതാണ്. പക്ഷെ അന്ന് ചെയ്യണ്ട എന്ന് വിചാരിച്ചതിനുള്ള കാരണം അല്ല, ഞാനല്ലാതെ വേറൊരു വേഷത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് എൻ്റെ ഒരു മേഖലയല്ല. സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു മേഖലയല്ല. ഇപ്പോഴും തോന്നുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും? അല്ല, ഇപ്പോഴും ഞാൻ ഇതായിട്ട് തന്നെയാണല്ലോ വന്നത്, ഗോപിനാഥ് മുതുകാടായിട്ടാണല്ലോ വന്നത്. മറ്റതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം അവനവന് പറ്റുന്ന കുപ്പായങ്ങൾ ഇടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു മാജിക്കുകാരനായിട്ടാണ് ജനിച്ചത് തന്നെ. അപ്പോൾ ജാലവിദ്യക്കാരനായിട്ടായിരുന്നു ജീവിച്ചത് മുഴുവൻ. സിനിമ ഒരിക്കലും എൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എന്താ പറയുക, അട്രാക്റ്റഡ് ആവുന്നത് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം, ഫെയിം എന്നുള്ളത്. പക്ഷേ വേറൊരു മേഖലയിൽ നിന്ന് തന്നെ ഒരു സിനിമാ താരത്തിനപ്പുറമുള്ള രീതിയിലുള്ള ഫെയിം ആൻഡ് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്.
അപ്പം മാജിക് ആസ് ആൻ ആർട്ട്, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്യൂഷൻ സയൻസും കൂടി ചേർന്ന്, നമുക്ക് ആർട്ട് എന്ന് മാത്രം പറയാൻ പറ്റാത്തൊരു മേഖലയാണ്, സയൻസും കൂടി ചേർത്തിട്ടാണ്. പക്ഷെ അതൊരു പെർഫോമിംഗ് ആർട്ടായിട്ട് സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ, എന്തായിട്ടാണ് തോന്നുന്നത്? അതിൻ്റെ ഒരു എന്താ പറയുക, കഴിയുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മാജിക് എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ആർട്ടാണ്, എൻ്റെ മജ്ജയിലും മാംസത്തിലും കിടക്കുന്ന ഒരു ആർട്ടാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ സ്നേഹിച്ച് തുടങ്ങി 7ാമത്തെ വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങിയതാണ്. അന്ന് മുതൽ എൻ്റെ രക്തത്തിൽ മാജിക് ഉണ്ട്. 45 വർഷം ജാലവിദ്യക്കാരനായി മാത്രം ജാലവിദ്യയെക്കുറിച്ച് പ്രണയിച്ച് ജാലവിദ്യാ ലോകത്ത് എന്താ പറയുക വിരാജിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. ഒരു പെർഫോമൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് സീക്രട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ചില മാജിക്കുകളൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മൾ ഒരു എന്താ പറയുക വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറും. പിന്നെ അതിനകത്ത് നിരന്തരമായിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന കയ്യടി, വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള നിരന്തരമായിട്ടുള്ള യാത്രകൾ, യാത്രക്കിടയിലുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, പരിഭവങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് നിരന്തരം യാത്ര ചെയ്ത ആളാണ്. 56 രാജ്യങ്ങളിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അതിനകത്ത് കിട്ടുന്നൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേജിലും പെർഫോം ചെയ്യുന്ന സമയത്ത് കർട്ടൻ ഉയർത്തുന്നത് മുതൽ കർട്ടൻ വീഴുന്നത് വരെ നമ്മൾ കാണിക്കുന്ന അത്ഭുതങ്ങളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഓഡിയൻസ് വിസ്മയഭരിതരായിട്ട് മുമ്പിലിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആഹ്ലാദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആഹ്ലാദമാണ്. ഇപ്പം അതെല്ലാം ഒരു ഭാഗത്ത് ഒതുങ്ങി, അതെല്ലാം തീർന്നു. അത് അങ്ങനെ അങ്ങ് തീർക്കാൻ പറ്റും. എങ്ങനെ അത് സാധിച്ചു എന്നുള്ളതാണ്. അത്രയും വർഷം അതിനുള്ളിൽ നിന്ന് അതിൽ തന്നെ ജീവിച്ച് വളർന്നു വന്ന് അതിൽ തന്നെ ജീവിച്ചൊരു വ്യക്തി ഇനി മുതൽ പെർഫോമൻസ് ആക്ച്വലി ഫോർ എ കമേഴ്ഷ്യൽ പേർപ്പസ് എന്നുള്ളത് വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു ഡിസിഷൻ എടുത്തത് വെരി ടഫ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പം ഞാൻ മാജിക് അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്രാമവും എൻ്റെ മാതാപിതാക്കളും ഒക്കെ നിലമ്പൂരിലുള്ള അവരെയൊക്കെ ഉപേക്ഷിച്ച് ഞാനൊരു സുപ്രഭാതത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി പുറപ്പെടുക. അതും ഒരു ഡിസിഷനാണ്. ഭാരതയാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ലോകവുമില്ലാത്തൊരു ഇന്ത്യയുടെ വിരിമാറിലേക്ക്, ഒരു ഐഡിയ ഇല്ലാത്തൊരു വിരിമാറിലേക്ക് നടന്നു കയറുക എന്ന് പറയുന്നത് അതൊരു തീരുമാനമാണ്. അപ്പം അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വേറെ പല കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നത്. ലൈഫ് ഒന്നേ ഉള്ളൂ, ഒറ്റ സ്പാനേ ഉള്ളൂ. അപ്പം അതിനകത്ത് നമുക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുക എന്ന് പറയുന്നതാണ് കാര്യം. അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു, എടുത്തു, ഇത്രയേ ഉള്ളൂ. ഓക്കെ. പക്ഷേ താങ്കൾ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതിന് കണ്ടിന്യൂ ചെയ്ത് അതിന് വേണ്ടിയുള്ള ഒരു വലിയ ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി അതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാനും മുന്നോട്ട് ജീവിച്ചു പോകാനും വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു വിഷൻ അതിലേക്ക് എത്തിച്ചേർന്നതും അതിൻ്റെ ഒരു എന്താ പറയുക സാക്ഷാത്കാരം എവിടം വരെ എത്തി? താങ്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത്. അല്ല, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു മാജിക് അക്കാഡമി എന്ന് പറയുന്നത്. അക്കാഡമി വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം ലോകത്തെ ഏതെങ്കിലും, എനിക്ക് തോന്നുന്നില്ല മാജിക്കിന് വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി, ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ്. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം തിരുവനന്തപുരത്തുണ്ട്. അവിടെ ഒരുപാട് മജീഷ്യൻസ് എംപ്ലോയിഡാണ്. ഒരു നല്ല സാലറി മേടിച്ച് പെർഫോം ചെയ്യുന്ന ഒരുപാട് മജീഷ്യൻസ് ഉണ്ട്. അവർക്കൊരു ജീവിതം കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് വിരമിച്ചെങ്കിൽ പോലും മാജിക് അവിടെയുണ്ട്, മാജിക്കിൻ്റെ പ്ലാനറ്റ് അവിടെയുണ്ട്, മാജിക് പെർഫോം ചെയ്യുന്ന ഒരുപാട് മജീഷ്യൻസ് അവിടെയുണ്ട്. ഇറ്റ്സ് ഹാപ്പനിങ്. ഓക്കെ. ആ ഒരു വിഷൻ, കാരണം എന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. പറയുന്നത് പോലെ ഞാൻ ഇന്നതുപോലെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളിലേക്ക് അതിലേക്ക് എത്തുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു വിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്താൻ ഉണ്ടാവുന്ന ഒരുപാട് ഹസാർഡ്സ് ഉണ്ട്. അതിങ്ങനെ ചാടി ചാടി വേണം നമ്മൾ ഓരോ സ്റ്റേജിലും എത്താൻ. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എവിടെയൊക്കെയായിരുന്നു നേരിട്ടത്? പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം കഠിനാധ്വാനം. ഞാൻ മാജിക്കിൻ്റെ രംഗത്തേക്ക് വരുന്ന സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വേദികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അലഞ്ഞ് നടന്നതിന് കണക്കില്ല. ഭക്ഷണം കഴിക്കാതെയും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയും അന്വേഷിച്ച് കാല് പിടിച്ച് നടന്നതിന് കണക്കില്ല. ഇഷ്ടം പോലെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഒരു പഴയ ബസ് മേടിച്ച് അതിൻ്റെ അടവ് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ. മാജിക് പ്ലാനറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ കുറച്ച് ലാൻഡ് ലീസിനെടുത്ത് വീട് വിൽക്കേണ്ട ഘട്ടം വന്നു. മാജിക് കൊണ്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനായിരിക്കും കൊടുക്കേണ്ട ഘട്ടം വന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മുടെ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ ഫോക്കസ് കറക്റ്റാണെങ്കിൽ, നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല.
ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ പഠിച്ച പാഠം. ഇതിപ്പം ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നല്ല നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യം ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിലല്ല, മാജിക് പെർഫോം ചെയ്യുന്നതിനിടയിൽ തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ലൈഫിൽ തന്നെ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശരിക്കും ആ ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ തന്നെ ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവും. ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ വികാരങ്ങളും എല്ലാ വിചാരങ്ങളും ഉള്ള ഒരാളാണ് ഞാനും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ നമ്മൾ ഡൗൺ ആവും, ചില ഘട്ടങ്ങളിൽ ഉദിച്ചുയരും. ഇത് എപ്പോഴും ബേസിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരൊറ്റ സ്ട്രെച്ചിൽ പോകുന്നതല്ല. നമുക്ക് ഇരുട്ടും വെളിച്ചവും ഉള്ളതുപോലെ, അല്ലെങ്കിൽ പകലും രാത്രിയും ഉള്ളതുപോലെ ദുഃഖവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ജീവിതം എന്ന് പറയുന്നത് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന കുണ്ടുകളും കുന്നുകളുമുള്ള കയറ്റവും ഇറക്കവും ഉള്ള കല്ലുകളും മുള്ളുകളും ഉള്ള ഒരു വഴിയാണ്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചവിട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം എന്നും രാത്രിയാണെന്ന് ചിന്തിക്കുന്നതാണ് അബദ്ധം. നാളെ സൂര്യൻ ഉദിച്ചുയരാതിരിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ ഡൗൺ ആവും, അതിനുശേഷം രണ്ടാമത് വീണ്ടും അപ്പാവും. ഇതങ്ങനെയാണ് പോകുന്നത്. ഈ അപ്പാവുക എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ അത്ര ഈസി അല്ലല്ലോ. എങ്ങനെയാണ് നമ്മൾ ആ പ്രോസസ്സ് എങ്ങനെയാണ്? അല്ലെങ്കിൽ സാറ് ഡൗൺ ആവുന്ന സമയത്ത് സാറ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? ഒന്ന്, നമ്മൾ സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ്സ് എവിടെ നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇടിച്ച് താഴ്ത്തുന്ന പ്രശ്നങ്ങൾ എവിടെയാണോ വരുന്നത്, അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, അത് വിട്ടുകളയുക. മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവുക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ സാർ തന്നെ പറഞ്ഞു, അതായത് ബസ് വാങ്ങി കടം കയറി ആത്മഹത്യയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഇപ്പം ഞാനാണെങ്കിലും അതെ, പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്നറിയാമോ? നമ്മളൊരു ഒരു ഒരു സംഭവത്തിലേക്ക് നമ്മൾ താഴേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നമ്മളെ താഴേക്ക് വീഴ്ത്തുന്ന രീതിയിലുള്ള ഈ ചുറ്റുപാടും, അത് ഈ പൗലോ കൊയ്ലോ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ, നിങ്ങൾ എവിടെയാണോ വീഴാൻ തുടങ്ങുന്നത് അവിടെ മുഴുവൻ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം കൂടി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമുക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ആയിട്ടുള്ള വഴി. എപ്പോഴാണ് തോന്നിയത് എനിക്കിങ്ങനെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, എന്നിലുള്ളൊരു പോസിറ്റിവിറ്റി എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്ന് സാറ് തന്നെ തിരിച്ചറിഞ്ഞൊരു മൊമെൻറ്റിലായിരിക്കണമല്ലോ സാർ? അത് വളരെ കാര്യമായി എന്താ പറയുക, വളരെ ഞാൻ സാറിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ ഇപ്പം റീസെൻ്റ്ലി കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എപ്പോഴാണ് മനസ്സിലായത് സാറിന്? ഐ കുഡ് ഡു ദിസ്. ആക്ച്വലി മഞ്ച് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ പണ്ട്. കുട്ടികൾക്ക് ഇവിടെ ഒരു പാട്ട് പരിപാടിയായിരുന്നു. അപ്പോൾ റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജി വേണുഗോപാലും അതുപോലെ തന്നെ സുജാത ചേച്ചിയായിരുന്നു അതിനകത്ത് ജഡ്ജസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെയും അതിനകത്തേക്ക് വിളിച്ചു. പക്ഷേ എനിക്ക് പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ച് ഈ കുട്ടികളോട് എൻ്റെ ജീവിതാനുഭവങ്ങളും, ആ കുട്ടികൾ തളർന്നിരിക്കുന്ന സമയത്ത് പാട്ടിനകത്ത് കുറച്ച് മോശമായി കഴിഞ്ഞാൽ അവർ ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞത് ലോകം ഏറ്റെടുത്തു, സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തോന്നി. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, അത് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വന്ന് വളരെ വിഷമത്തിൽ നിന്ന ആളുകൾ ഇപ്പോൾ വളരെ ഊർജ്ജസ്വലരായി എന്ന് പറഞ്ഞ ഘട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നു. സൈക്കോളജിയും മാജിക്കും മെന്റലിസും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മാജിക് എന്ന് പറയുന്നത് കാണുന്നത്. ടിപ്പിക്കൽ മാജിക്കൽ പെർഫോമൻസ് എന്നുള്ളതൊക്കെ മാറി അതിലൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അവിടെ ഈ സൈക്കോളജിയുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട്? സൈക്കോളജി മാജിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് മറ്റുള്ള ഒരാളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് മാജിക് അവതരിപ്പിക്കാനുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ച് മെന്റലിസം ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് സൈക്കോളജിയുടെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ മാജിക് ഏതൊക്കെ ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സൈക്കോളജിയാണ്. അപ്പോൾ അതൊരു വലിയ എലമെന്റാണ്. അതുകൊണ്ട് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പണ്ട്
ടെക്നോളജി അധികം ഡെവലപ്ഡ് അല്ല. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് കാണികളും സ്റ്റേജും തമ്മിൽ വലിയൊരു വേർതിരിവുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ക്രീനുകളൊക്കെ വെച്ച് സ്റ്റേജിനകത്ത് നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ക്യാമറ വെച്ച് വളരെ ക്ലോസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാജിക്കൽ പെർഫോമൻസ് ഓൺ എ സ്റ്റേജ് ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലുമില്ല. കാരണം മാജിക് എന്ന് പറയുന്ന ആർട്ട് എപ്പോഴും ശാസ്ത്രത്തിന് മുമ്പിൽ നടക്കുന്ന ഒരു കലയാണ്. നാളെ ശാസ്ത്രം തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്ന് മാജിക്കുകാർ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കോഡ്ലെസ് മൈക്ക്, ഈ കോഡ്ലെസ് മൈക്ക് ഇറങ്ങിയ കാലത്ത് മൈക്കിനെ പറ്റി അത്ര ബോധമില്ലാത്തൊരു കാലത്ത് അമേരിക്കയിലെ ഡേവിഡ് കോപ്പർഫീൽഡ് അടക്കം കാണിച്ചിരുന്ന ഒരു മാജിക്ക് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ കോഡ്ലെസ് മൈക്കിൻ്റെ ബാക്കിൽ വെറുതെ ഒരു കൃത്രിമമായിട്ടൊരു വയർ തൂക്കിയിടും. മൈക്കിൽ ആദ്യം സംസാരിക്കും, ശബ്ദം വരില്ല. അപ്പോൾ അദ്ദേഹം സൈഡിലേക്ക് കാണിക്കുമ്പോൾ ഒരു പെയർ ഓഫ് സിസേഴ്സ് കൊണ്ടുവന്നിട്ട് ഈ സിസേഴ്സ് കൊണ്ട് ഈ കട്ട് ചെയ്തിടും. വെറുതെ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ച് സംസാരിക്കുമ്പോൾ ശബ്ദം വരും, ഓഡിയൻസ് കൈയടിക്കും. ഇന്ന് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രത്തിന് മുമ്പിൽ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരാൻ തുടങ്ങിയോടുകൂടി ഇപ്പോൾ മാജിക്കിലേക്ക് ഇതൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഐപാഡ് ഉപയോഗിച്ചുകൊണ്ടും ഇതൊക്കെ മാജിക്കിലാണ് വന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടംപോലെ മാജിക്കുകളായി കഴിഞ്ഞു. അപ്പോൾ ഈ ശാസ്ത്രമാണ് മാജിക്ക്. അതുകൊണ്ട് മാജിക്ക് ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. അപ്പം നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്ന പണ്ട് കാണിച്ച മാജിക്കുകൾ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലുള്ള പോലെ തന്നെയല്ലേ സിനിമയ്ക്കുണ്ടല്ലോ. അങ്ങനെ പഴയ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര വ്യത്യാസമുണ്ട്. അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം എൻ്റെ മകനൊക്കെ പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മൾ വളരെ ആരാധനയോടെ കാണുന്ന സിനിമ കാണുമ്പോൾ അവർക്കൊരു കോമഡി ആയിട്ട് തോന്നാറുണ്ട്. ഇന്ന് അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ടെക്നോളജി വളരെ പണ്ടത്തെ ഗ്രാഫിക്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ആർട്ടിഫിഷ്യാലിറ്റി നല്ലതായിട്ട് ഫീൽ ചെയ്യും. അതേപോലത്തെ ഒരു സംഭവം മാജിക്കിലും ഉണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഇനി ഇൻ ഫ്യൂച്ചർ മാജിക്കിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസ് നോട്ട് ഈസി ടു പ്രെഡിക്റ്റ് അല്ലേ? അതുപോലെ തന്നെയാണ് മാജിക്കിനകത്തും എന്ത് മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. ശാസ്ത്രം എങ്ങോട്ട് പോകുന്നു ആ ഡയറക്ഷനിൽ മാജിക്ക് പോയിക്കൊണ്ടിരിക്കും. മാജിക് എന്ന് പറയുന്നത് നമ്മളൊരു കാലം വരെയൊക്കെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ എന്ന് പറയുന്ന മന്ത്രത്തിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ട്. ഇതിനകത്ത് ഈ സയൻസ് വന്നു എന്നുള്ള സംഭവം ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സയൻസ് ആണ് എന്ന് പറയുന്നത് ഇപ്പോഴാണ്, പറയാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. എല്ലാ കാലത്തും മാജിക് സയൻസ് ആയിരുന്നു. പക്ഷെ ഒരു കാലത്ത് മാജിക് കൂടോത്രമാണെന്നും ദുർമന്ത്രവാദമാണെന്നും ബ്ലാക്ക് മാജിക് ആണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ആ കാലത്തുള്ള മാന്ത്രികർ ശ്രമിച്ചിരുന്നു. അത് അബദ്ധമായിരുന്നു. അതിനുശേഷം അത് പലതരത്തിലുള്ള കാര്യങ്ങൾ ട്രിക്സും കാണിക്കുന്ന സമയത്ത് അതിനകത്ത് മന്ത്രം കൊണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് മാജിക് വളരാൻ കുറച്ചുകൂടി വൈകിപ്പോയത്. ഇപ്പോൾ ആധുനിക ജാലവിദ്യക്കാരെല്ലാം മാജിക് സയൻസ് ആണെന്ന് പറയുന്നു, മാജിക് ട്രിക്സ് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് മാജിക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വളരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പം സാർ തന്നെ വളരെ എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എന്താ പറയുക വേൾഡ് റെക്കോർഡ്സ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള നമുക്ക് ആൾക്കാരെ മുന്നിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് പ്രാക്ടിക്കലാണോ? തീർച്ചയായിട്ടും. കാരണം എസ്കേപ്പ് ആക്ടുകളെ പോലെയുള്ള മാജിക്കുകൾ ഇന്നും പ്രാക്ടിക്കലാണ്. അത്തരം മാജിക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാലത്ത് നമ്മൾ ചങ്ങലയിട്ട് കെട്ടിയതിന് പകരം ടെക്നോളജി മാറിയിട്ടുണ്ടായിരിക്കാം, വേറെ കാര്യങ്ങളായിരിക്കാം ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ഒരു ആക്ട് എന്തായിരുന്നു? ഫയർ എസ്കേപ്പ് ആക്ട് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഹൗഡിനിയുടെ മാജിക് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് 95 പരീക്ഷിക്കപ്പെട്ട ഘട്ടം അതായിരുന്നു ഫയർ എസ്കേപ്പ് ആക്ട്. അത് രണ്ടാമത് ബഹ്റിനിൽ അവതരിപ്പിച്ചപ്പോഴാണ് എനിക്ക് പൊള്ളലേറ്റത്. കുറേ കാലം ഹോസ്പിറ്റലിലായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മാജിക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇനി അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഫയർ പോലെയുള്ള ആ ഒരു പ്രായത്തിൽ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ആസക്തി ഉണ്ടായിരുന്നു. ഇത്തരം മാജിക്കുകൾ പുതിയതായിട്ട് കണ്ടെത്താനും ഹൗഡിനിയുടെ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് ഭയങ്കര ത്രിൽഡായിട്ട് അതുപോലെ ചെയ്യാനുള്ള ഒരു വല്ലാത്ത ഒരു കാലമാണ്. ആ ഒരു ഇപ്പം ചെയ്യില്ല. ഈ ഒരു പ്രായത്തിൽ അന്ന് ചിന്തിക്കുന്നത് ഇന്ന് ചിന്തിക്കുന്നത് തമ്മിൽ വ്യത്യാസം. സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം, സേഫ് ആയിട്ടിരിക്കുന്നതുകൊണ്ടല്ല, നമ്മളത് കുറച്ചുകൂടി നമ്മൾ ജീവിതത്തിൻ്റെ പാതകളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു പക്വതയും ഒക്കെ ഉണ്ട്. അത് എല്ലാവർക്കും വരും. നാളെ നിങ്ങൾക്കും വരും, എല്ലാവർക്കും വരും, സൗമ്യക്കും വരും നാളത്. ഒന്നേ പറ്റൂ. ഓക്കെ സാർ, ഈ ഇതിനിടയിൽ പെർഫോമൻസുകൾ ഓടി നടന്ന് പ്രോഗ്രാംസ് ചെയ്യുക, അത്രയും തിരക്കുള്ളൊരു വ്യക്തി ഈ ഒരു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് വലിയ കാര്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നോബിളായിട്ടുള്ളൊരു കാര്യമാണ്. അത്
അതിലേക്ക് എത്തിയത്? അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിഫറെൻ്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്ന ഒരു ആ ഒരു കോൺസെപ്റ്റിലേക്ക് സാറിനെ എത്ര അട്രാക്ട് ചെയ്തത് എന്തായിരുന്നു? എപ്പോഴാണ് ഒരു യാത്രയാണ് കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്തുണ്ടായ ഒരു അനുഭവം, ആ അനുഭവത്തിൽ നിന്നാണ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നതും ഒരു ചെറിയ തുടക്കം എന്നുള്ള രീതിയിൽ അന്ന് ശൈല ടീച്ചർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് തുടങ്ങുന്നത്. ചെറിയ തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പം അത് വളർന്ന് ഒരുപാട് 200ഓളം കുട്ടികളായി മാറിയോടെ. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പം അതിനകത്ത് പല പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് നമ്മൾ പറയും. ആ ഒരു ഇവരെല്ലാവരും ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക്കാൻ പറ്റില്ല. പലർക്കും വേണ്ടത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി മാത്രമേ നമുക്ക് ഇവർക്ക് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് തന്നെയല്ലേ? തീർച്ചയായിട്ടും വലിയ ചലഞ്ചാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ അത്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി അവിടെ ചെയ്തു കൊടുക്കുന്നത്? ഇറ്റ്സ് എ ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്ന് പേര് പറഞ്ഞ പോലെ തന്നെ ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മാജിക് ആണ് ഉപയോഗിക്കുന്നത്. ആ ആർട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ വന്ന കുട്ടികളെല്ലാം ഇപ്പോൾ അവിടെ എംപ്ലോയീസ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ കുട്ടികളെയും മാറ്റി എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ സാധാരണ സയൻറ്റിഫിക് ആയിട്ട് തെറാപ്പികളുണ്ടല്ലോ, ഒക്യുപേഷണൽ തെറാപ്പിയും ഒക്കെ ഉണ്ടല്ലോ. അത്തരം തെറാപ്പികളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വെർച്വൽ റിയാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അതെല്ലാം കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ ബൗദ്ധികമായിട്ടും അതുപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടും ഒക്കെ അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പൂർണ്ണമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് കുറച്ചെങ്കിലും മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ ഒരു സിസ്റ്റം ആക്ച്വലി നമ്മൾ ഇത്രയും കാലവും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരെ എന്താ പറയുക, ലൈഫിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുഞ്ഞിലെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷത്തോളം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ലൈഫ് ലോങ് ജീവിക്കേണ്ട അവസ്ഥയിലാണ്. ഈ ഒരു സംഭവം കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച ഒരാളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഇവരൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതൊക്കെ പലതരത്തിലുള്ള ഡിസ്കഷനിലൂടെയാണിത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തുടങ്ങാൻ വൈകിയെന്നൊന്നും തോന്നുന്നില്ല. ഇനിയുള്ള സമയം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് കാസർഗോഡാണ് അടുത്തൊരു വലിയ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ രീതിയിൽ എക്വിൻ തെറാപ്പിയും മറ്റുള്ള സംവിധാനങ്ങളും സ്പോർട്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് കുറച്ചുകൂടി ഒരു വലിയ രീതിയിലൊരു സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തുടക്കത്തിലാണ്. ഓക്കെ. സോ ഇതിനിടയിൽ സാറിനെ സഹായിച്ച ഒരുപാട് പേരെ പറ്റി സാറ് മെൻഷൻ ചെയ്തു, പ്രത്യേകിച്ച് യൂസഫ് അലി സാറിനെയൊക്കെ. അപ്പം ഇത്തരത്തിലുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആരൊക്കെയായിരുന്നു ഇത്രയും നല്ല മോട്ടിവേഷനോടുകൂടി സാറിന്? ഒരുപാട് ആളുകളുണ്ട്. അതിലിപ്പോൾ പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മലയാറ്റൂർ രാമകൃഷ്ണനാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ച് കൊണ്ടുപോയത്. ONV കുറുപ്പ് സാറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് നമ്മുടെ പേട്രൺ ഇതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ യൂസഫ് അലി സാറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്, കാസർഗോഡ് ലാൻഡ് മേടിക്കാൻ സാധിച്ചത്. അതൊക്കെ അതുകൊണ്ട് സംഭവിച്ചത്. ഇത്തരത്തിലുള്ള നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങൾ, ചില ആരോപണങ്ങൾ വന്നു ചേരുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ആയി എന്നൊരു ഫീല് വരാറുണ്ടോ? ഉണ്ടാവുമല്ലോ. മനുഷ്യനാവുന്ന സമയത്ത് അതൊക്കെ തോന്നും, എന്തിനായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ നമ്മൾ അതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ് വരുന്നത് സംഭവം. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു വരും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആണ്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ അതിജീവിച്ചൊരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എല്ലാത്തിലും ഈ എടുത്തു ചാടുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് എനിക്ക്. ഞാൻ മാജിക്കിലേക്ക് വരുന്ന സമയത്ത് മാജിക് ഒരു സ്ട്രീറ്റിലൊക്കെ നിൽക്കുന്ന ഒരു മാജിക്കിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതിലേക്ക് വരിക. പിന്നെ ലൈഫിൽ വേറൊരു ജോലിക്ക് ഞാനൊരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല. LLB പഠിക്കാൻ വേണ്ടിയിട്ട് 1 വർഷം ബാംഗ്ലൂരിൽ പോയി അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ മാജിക്കിലേക്ക് പിടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇത് അന്നൊക്കെ തന്നെ. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും മാജിക്കുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അക്കാഡമി തുടങ്ങുന്ന സമയത്തുണ്ടാവുന്ന പത്രസമ്മേളനങ്ങൾ, ഇങ്ങനെയൊക്കെ എല്ലാ കാലത്തും താഴേക്ക് വലിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നടന്നു മാത്രമേ ഉള്ളൂ. എല്ലാം ആർട്ട് ഓഫ് ദി ലൈഫ്. ഇതിങ്ങനെ പോസിറ്റീവായി കാണുന്നതും പോസിറ്റീവായി എടുക്കുന്നതും കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടാറുണ്ട്. നമ്മൾ നേരിടാൻ വേണ്ടി പഠിക്കുക എന്ന് പറയുന്നതാണ് ജീവിതം. അതാണ് ജീവിതം. അതിലൊരു രസം ഉണ്ടാവില്ല ലൈഫിൽ. സാർ വളരെ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറ് ഇത്രയും മനോഹരമായി സംസാരിക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്?
അതൊരു വളരെ മോശപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം, എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത്. പക്ഷെ എന്നാലും സാറിന് നല്ല നല്ല ആ ഒരു ഫ്ലോ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അച്ഛൻ എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല, അച്ഛന് ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, നന്നായിട്ട് കഥ പറയുമായിരുന്നു അച്ഛൻ. ഞങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്തത്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ, ഞാനൊന്നും ലൈഫിൽ ഒരിക്കലും മദ്യം തൊട്ടിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ഒരു ചീത്ത കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അങ്ങനെയൊക്കെ പോവാതെ നമ്മളൊരു സത്യസന്ധമായിട്ട് ജീവിക്കാനൊക്കെ പഠിപ്പിച്ചത് അച്ഛൻ്റെ വാക്കുകളാണ്. അത് വിദ്യാഭ്യാസമല്ല, അത് ഒരു വിദ്യാലയത്തിൽ പോയിട്ട് ഒരു അധ്യാപകന് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മടിയിലിരുത്തി തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവാം എൻ്റെ ഭാഗത്ത്. പിന്നെ സ്റ്റേജിൽ സംസാരിക്കുന്നതിൻ്റെ പേരിലായിരിക്കാം. പിന്നെ ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് വായിക്കും, പുസ്തകം നന്നായിട്ട് വായിക്കും. അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എന്നെ അതിമനോഹരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് സീരീസ് ആണല്ലോ റീസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വായിച്ച വരികളെ പറ്റിയിട്ടുള്ള. അങ്ങനെ ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ വരികൾ എടുത്ത് പറയുവാണെങ്കിൽ ഏതായിരിക്കും? ഏറ്റവും ഭയങ്കര, ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് ഖലീൽ ജിബ്രാന്റെ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാർലി ചാപ്ലിൻ്റെ മടങ്ങി വരവ്, ഒരു 11 വർഷത്തിന് ശേഷം ലണ്ടനിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച് രാത്രി 12 മണിക്ക് തൊപ്പിയില്ലാതെ കോട്ടില്ലാതെ അടുക്കളയുടെ വാതിൽ തുറന്ന് ഭ്രാന്താസ്പത്രി കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ഒരു നേരത്തെ ബ്രെഡിന് വേണ്ടി കാത്തു കിടന്നിരുന്ന ഒരു കടത്തണ്ണയിൽ പോയിട്ട് പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചൊരു രംഗമാണ്. അതുപോലെ തന്നെ എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകത്തിന് അൽഫോൺസ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം കയ്യിൽ നിന്ന് ചീട്ടുകളും പന്തുകളും, മാജിക്കുകാരനാണ്, ചീട്ടുകളും പന്തുകളും എല്ലാം പൊഴിഞ്ഞു വീഴുന്ന സമയത്ത് മാധവൻ എന്ന് പറയുന്നൊരു ദുബായിക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ വെച്ച് കൊടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സായിവും മാജിക്കൊക്കെ മറന്നുപോയോ? അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, കള്ളിനും കഞ്ചാവിനും അടിമയായ എൻ്റെ മാധവ, തോറ്റുപോയി ഞാൻ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്തൊരു തീരുമാനം, ഞാൻ ജീവിതത്തിൽ മദ്യം തൊടില്ല എന്ന തീരുമാനമെടുത്ത ഘട്ടം പുസ്തകത്തിലെ വരികളാണ്, എം മുകുന്ദൻ്റെ വരികളാണ്. അപ്പോൾ ഒരു പുസ്തകത്തിന് ഒരു മനുഷ്യൻ്റെ മനസ്സിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അങ്ങനെ എന്നെ സ്പർശിച്ച പുസ്തകങ്ങൾക്ക് കണക്കില്ല, അതാണ് ഞാൻ പറയുന്നത്. വൊറേഷ്യസ് റീഡറാണ്. റീഡിങ് തന്നെയാണ് നല്ല ഭാഷ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല തോട്ട്സ് കൊണ്ടുവരാനും. ഇപ്പോൾ ഈ AI കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നുണ്ട്. റീഡിങ് എന്ന് പറയുന്ന ഒരു നല്ല കാര്യം നമ്മുടെ ജനറേഷനിൽ നിന്ന് തന്നെ മാഞ്ഞു പോയതുപോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്യുന്നതോടുകൂടി എല്ലാത്തിൻ്റെയും സിനോപ്സിസ് വായിച്ചു, ബുക്ക് വായിച്ചതുപോലെയായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ കാണുന്നു. ഒരു ബുക്കുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ സാധനം വിഷ്വലി നമ്മൾ കാണുന്നു, 1 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ട് കഴിഞ്ഞു. നമ്മുടെ മൈൻഡിൽ ഈ ഒരു അറിവുകൾ കയറുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ തന്നെ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോടുകൂടി വല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ സിനിമയായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ അതിൻ്റെ ശക്തിയെ വല്ലാതെ മാറ്റിയിരിക്കുന്നു എന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. കുട്ടികളെല്ലാം പുസ്തകം, ഇപ്പോൾ ഞാൻ ചോദിച്ചതിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു 1000-ഓ 2000-ഓ കുട്ടികളിരിക്കുന്ന ഒരു പ്രോഗ്രാമിന്, ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് പോകുന്ന സമയത്ത് കുട്ടികളോട് പാഠപുസ്തകമല്ലാത്ത പുസ്തകം നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾ കൈ ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ 1-ഓ 2-ഓ കുട്ടികൾ മാത്രമാണ് കൈ ഉയർത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ വായിക്കുന്നില്ല, പുസ്തകം വായിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുസ്തകത്തിൻ്റെ ഗന്ധമറിഞ്ഞ് വായിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് മടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു അനുഭൂതിയുണ്ട്. ഒരു പുതിയ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ താളുകൾ തുറന്നിട്ട് നമ്മുടെ മൂക്കിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. അതൊരിക്കലും ഈ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടില്ല, അല്ലേ? അതെ. ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് പുസ്തകത്തിലേക്ക് അടുക്കാനായിട്ട് എന്താണ് പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനുള്ളത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് പുസ്തകത്തിൻ്റെ ഒരു താളെങ്കിലും വായിച്ചുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് എത്രയോ കാലങ്ങളായിട്ട്. അത് രാവിലെ അതേ വരികൾ വീണ്ടും വായിക്കുക, അത് മനസ്സിൽ നിൽക്കും, പോവില്ല. രാത്രി കിടക്കുമ്പോൾ ഉറങ്ങട്ടെ, നമ്മൾ പുസ്തകം വായിച്ചാണ് ഉറങ്ങിപ്പോട്ടെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എവിടെയാണോ തലേ ദിവസം വായിച്ചത് അത് ഒന്നുകൂടി വായിക്കുക, നമ്മുടെ മനസ്സിൽ അവിടെ പതിഞ്ഞു കിടക്കും. അപ്പൊ എന്തായാലും നല്ലൊരു റിയൽ മനുഷ്യനായി തന്നെ ഇതുപോലെ തന്നെ തുടരുക. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, മരണം വരെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇതിലും
എന്താ പറയുക നന്നായി രീതിയിൽ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് മാജിക് അങ്കിൾ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. എന്നും വിളിക്കാം, മാജിക് അങ്കിൾ എന്നും കണ്ടു വളർന്ന വിളിക്കാം, ആൾക്കാരാണ്. എന്നും മാജിക് അങ്കിളിൽ നിന്നും ഒരുപാട് ഞാൻ മോട്ടിവേഷൻ. പ്രൊഫഷണൽ മാജിക് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. മാജിക് ഇപ്പോഴും കാണിക്കാറുണ്ട്. ഒരു മാജിക് ഇപ്പൊ വേണ്ട. അല്ല, ഒരു മാജിക് ഞങ്ങൾ ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. എന്തെങ്കിലും ട്രിക്ക് പറ്റുമോ? എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിച്ചു. താങ്ക് യു സോ മച്ച്.